നെക്ക് ഡിസൈനാണിത്. 2 കളർ നൂല് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. ഈ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഒക്കെ ചെയ്യണം. ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഈ കളറിലെ നൂല് എടുത്തത്, പിന്നെ ഈ മഞ്ഞ കളറിലെ നൂല്, 2 കളറിലാണ്. അപ്പോൾ ഈ കളറിലെ നൂല് കൊണ്ട് ആദ്യം ചെയ്യാം. ചെയിനിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്കിന് എത്ര ചെയിൻ വേണമെന്ന് വെച്ചാൽ അത്രയും ചെയിനിട്ട് വയ്ക്കണം. ചെയിനിട്ട് മീഡിയം ടൈപ്പ് നെക്കിന് എത്ര ചെയിൻ വേണമെന്ന് വെച്ചാൽ അത്രയും ചെയിനിട്ട് എത്രയും നീളത്തിൽ ഞാൻ ചെയിൻ ഇട്ടെടുക്കുക. അപ്പം ഇനി അടുത്ത എങ്ങനെയാണ് ചോദിച്ചാൽ അടുത്തതിൻ്റെ മുകളിൽ ഓരോ ഇതിൻ്റെ മുകളിലും നമ്മൾ ചെയ്തെടുത്തതിൻ്റെ ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതേമാതിരി സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ അറ്റം വരെ ഇതേമാതിരി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതേമാതിരി ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ആ റൗണ്ട് ഫുള്ളായിട്ട് എടുത്ത് ഇവിടെ ജോയിൻ ചെയ്ത് ഒരു റൗണ്ട് മാതിരി ഇവിടെ കണ്ടോ. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ സിംഗിൾ ക്രോഷ്യേൻ്റെ ഓരോന്നിനുള്ളിൽ കൂടി ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ആദ്യം 3 ഡബിൾ ക്രോഷ്യ, അടുത്ത ഈ ലൈനിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. 5 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്നോ കണ്ണീൻ്റെ മുകളിൽ നിന്ന് 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് റൗണ്ട് നെക്കല്ലേ. അപ്പം നെക്ക് റൗണ്ടായി വളഞ്ഞ് വരണമെങ്കിൽ കണ്ണി കൂട്ടി കൊടുക്കും. ഇതിപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 6ാമത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ചെയിൻ സമയത്ത് ഈ ചെയിനിൻ്റെ മുകളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഒരു കണ്ണീൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് 1 ചെയ്തു, 2ാമത്തെ ചെയ്തു, 4ാമത്തെ, 5ാമത്തെ ചെയ്തിട്ട് അപ്പോൾ 6ാമത്തെ 5 ഇവിടെ ഞാൻ ചെയ്തെടുത്തു. 5 ചെയ്തെടുത്ത് കഴിഞ്ഞ് 6ാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കണ്ണീൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. അതേമാതിരി പിന്നെ അടുത്ത 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഇത് 2 ചെയ്തിട്ട് ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 1 ചെയ്യുക. 1 ചെയ്ത് പിന്നെ 5 അതേമാതിരി ഓരോന്ന് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത ലൈൻ അതേമാതിരി ഞാൻ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് ഡബിൾ ക്രോഷ്യ ചെയ്ത് അപ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ട് വന്ന് ഉള്ളത്. നെക്കിൻ്റെ ഡിസൈൻ മാതിരി വന്ന് അടുത്ത റൗണ്ടിൽ തയ്ക്കുന്നത്. അടുത്ത റൗണ്ട് ഒരു ബോക്സ് മാതിരി ഉണ്ടാക്കിയിട്ട് വേണം തയ്ക്കാൻ.
സൂചി അവിടെ പോയി. ബോക്സ് വാരി ഉണ്ടാക്കണം ഓരോ ബോക്സ് വാരി ഉണ്ടാക്കിയിട്ട് വേണം തയ്ക്കണതിന്. അപ്പോൾ ഇതിവിടെ അപ്പോൾ ചെയ്തില്ലേ, ഇവിടെ ഇതാക്കിയല്ലോ. ഇതിൻ്റെ മുകളിലെടുക്കുക 3 ചെയിൻ, 5 ചെയിനല്ല 3 ചെയിൻ, ഒരു ഡബിൾ ക്രോഷേ. ഇവിടുത്തെ ഒന്ന് ഒഴിവാക്കുക, ഒരു ഇത് ഒഴിവാക്കി അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ബോക്സ് വാരിയാണ് ഇനി അടുത്ത എങ്ങനെയാ വെച്ചാൽ 2 ചെയ്യുന്നില്ല, ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ചെയ്യുക. കണ്ടോ, വീണ്ടും 2 ചെയ്യുന്നുണ്ട്, ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിനുള്ള ചെയ്യുക. അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നു. ഇതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുത്ത് അടുത്ത റൗണ്ടിൽ ചെയ്യുന്നത്. അടുത്ത റൗണ്ടിൽ ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 3 ചെയിനുണ്ട്, 2 ചെയിനുണ്ട്, 4 ചെയിൻ. എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. അത് അതേമാതിരി വന്നു. വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത്, പിന്നെ അത് ചെയിനുണ്ട്, വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യും. ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതിൻ്റെ കളറ് മാറ്റിച്ച് കൊടുക്കണം. ഇവിടെ അത് ഈ മഞ്ഞ കളർ കൊടുക്കണം അവിടെ അങ്ങനെ. അപ്പോൾ അതവിടെ അങ്ങനെ ഈ 2 എണ്ണത്തിൻ്റെ കൂടെ എടുത്തിട്ട് മഞ്ഞ കളർ ജോയിൻ്റ് ആക്കി കൊടുക്കുക. മഞ്ഞ കളർ ജോയിൻ്റ് ആക്കി. ഇനി അടുത്ത കള്ളീൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷേ അഞ്ഞേനെ കൊണ്ട് ചെയ്യുക. ഇതിനെ ഒരു ചെയിനിടുക, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, ഒരു ചെയിനിടുക, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ എന്താ 2 മഞ്ഞ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 2 ബ്രൗണ് കൊടുക്കുക. അങ്ങനെ 2 മഞ്ഞ 2 ബ്രൗൺ അങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇവിടെ കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ 2 മഞ്ഞ ബ്രൗണിനെ കൊണ്ട് 2 ഡബിൾ ക്രോഷേ. ഇതേമാതിരി വന്നു. ഉണ്ടോ, പിന്നെ ഒരു ചെയിൻ അടുത്തതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഇത് കൊടുക്കണം, ബ്രൗണ്. ഈ ചെയിൻ ഇടണം, 2 ബ്രൗൺ. പിന്നെ മഞ്ഞ ജോയിൻ, 2 ബ്രൗൺ ആയ സ്ഥിതിക്ക് മഞ്ഞ ജോയിൻ്റ് ആക്കി കൊടുക്കുക. മഞ്ഞ ജോയിൻ്റ് ആക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ മഞ്ഞ കൊടുക്കുക. ഇനി മഞ്ഞ 2 കണ്ട് മഞ്ഞ 2 ബ്രൗൺ 2 അങ്ങനെ മാറിയിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതേമാതിരി ഞാൻ ഓരോ 2 വെച്ച് തയ്ച്ചത്. വേണ്ട 2 മഞ്ഞ 2 ബ്രൗൺ അങ്ങനെ എടുത്തു ഇതുവരെ ഫുള്ളായിട്ട് തയ്ച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങണ്ട. ആദ്യം ഇവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുക. ഈ ഒരു കണ്ണി ഒഴിവാക്കണം. ആദ്യത്തെ ഈ ഇതുണ്ടല്ലോ, ഈ ചെയിന് ഈ ഡബിൾ ക്രോഷേ ഒഴിവാക്കുക.
പിന്നെ 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യോ ഇല്ല. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 ഡബിൾ ക്രോഷ്യോ വന്നു ബ്രൗണിനൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യോ ഈ ചെയിനുള്ളിൽ തന്നെ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യോ ആയിട്ടില്ല. ഒരു ഡബിൾ ക്രോഷ്യോ ഇതിന് ഒരു ഡബിൾ ക്രോഷ്യോയും കൂടെ ചെയ്യും. അല്ല അപ്പോൾ 4 ഡബിൾ ക്രോഷ്യോ. ഇനി അടുത്തത് ഇവിടെ ചെയ്ത് വെച്ച് ഇതുണ്ടല്ലോ, ഇത് ഒഴിവാക്കുക. ഈ ഡബിൾ ക്രോഷ്യോ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ചെയിൻ്റെ അകത്തുനിന്ന് 2 ഡബിൾ ക്രോഷ്യോ ആദ്യം ചെയ്യുക. ചെയ്തിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. രണ്ട് ഡബിൾ ക്രോഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ മഞ്ഞ ജോയിൻ്റ് ആക്കി കൊടുക്കണം. അടുത്തതിൻ്റെ മുകളിൽ മഞ്ഞേനെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ മഞ്ഞ കളർ ഇവിടെ ജോയിൻ്റ് ആക്കണം. പിന്നെ ഇവിടെ ഈ ഡബിൾ ക്രോഷ്യോ ഉണ്ടല്ലോ, ഈ മഞ്ഞേനെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യോ ഒഴിവാക്കിയിട്ട് 2 എണ്ണം എന്താ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ചെയ്തെടുക്കും. 2 ഡബിൾ ക്രോഷ്യോ ചെയ്താൽ ഈ ഒരു ഡബിൾ ക്രോഷ്യോ ഒഴിവാക്കുക. ഈ 2 ഡബിൾ ക്രോഷ്യോ ഒഴിവാക്കുക. എന്നിട്ട് ഇവിടുത്തതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യോ ആദ്യം ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒരു ചെയിൻ 2 ഡബിൾ ക്രോഷ്യോ ആദ്യം ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഇത് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ 2 എണ്ണമായില്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ഇനിയിപ്പം ബ്രൗൺ ചെയ്ത് ഇതാക്കി കൊടുക്കണം. 2 ജോയിൻ്റ് ആക്കി കൊടുക്കണം. ബ്രൗൺ ജോയിൻ്റ് ആക്കിയിട്ട് ഈ ഒരു ഡബിൾ ക്രോഷ്യോ ഒഴിവാക്കി. അപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷ്യോ ഒഴിവാക്കി. ഈ ഒരു മഞ്ഞേൻ്റെ ഒരു ബ്രൗൺ. അപ്പോൾ ഈ നടുക്കിലത്തെ മാത്രം എടുത്തിട്ട് നടുക്കിൽ 2 ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ട് ഒരു ചെയിനിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഇതേമാതിരി ഇങ്ങനെ വരും. കണ്ടോ, ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ കൊണ്ടുവരണം. ഇതേമാതിരി 2 ബ്രൗണ് 2 മഞ്ഞ അങ്ങനെ ഞാൻ ചെയ്തെടുത്തു. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുത്തു. അടുത്ത റൗണ്ടിൽ മൂന്നാമത്തെ റൗണ്ടിൽ ഈ എങ്ങനെ ചെയ്ത് ഇവിടെ ഈ 4 ഡബിൾ ക്രോഷ്യോ. ഇവിടെ ആദ്യത്തിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യോ വന്ന് ബ്രൗണിനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 4 എണ്ണം വന്നില്ല. അവൻ അടുത്തതിൽ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ അറ്റത്തുള്ള ഈ ഡബിൾ ക്രോഷ്യോ ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്ത് അത് ഒഴിവാക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ 3 ചെയിൻ ഇടണം.
ഈ ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ആവുമല്ലോ, ചെയിൻ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്തിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ അവിടെ ചെയ്യുക. ഇവിടെ ഈ 2 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ മുകളിൽ ഈ ഒറ്റ ഒന്നിൻ്റെ മുകളിൽ മാത്രം ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇവിടെ 6 ഡബിൾ ക്രോഷ്യ വന്നു ടോട്ടൽ. ഇനി അടുത്ത ചെയ്യുന്ന സമയത്ത് അടുത്തതിൽ ഈ അറ്റത്ത് വരുന്ന 2 എണ്ണത്തിൻ്റെ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കുക. പിന്നെ ഇവിടെ ഈ 2 എണ്ണത്തിലുള്ള ഈ ഒരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കുക. 2 എണ്ണം ഒഴിവാക്കി. അപ്പോൾ ഈ 2 ഡബിൾ ക്രോഷ്യകളും നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ വന്നു. പിന്നെ ഇതാ ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്തെടുത്ത് അല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ 2 ഡബിൾ ക്രോഷ്യയിൽ വരുന്ന ഈ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുന്നത് മഞ്ഞേനെ കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ മഞ്ഞ ജോയിൻ്റ് ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിൽ. എന്നിട്ട് ഈ ഒരു ബ്രൗണും ഈ ഒരു മഞ്ഞയും ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അതാ ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. പിന്നെ അതാ ഇവിടുത്തെ ഈ 2 ഡബിൾ ക്രോഷ്യേൻ്റെ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തെടുക്കുമ്പോൾ അതേമാതിരി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2 ഡബിൾ ക്രോഷ്യ ഒഴിവാക്കിയിട്ട് ഇവിടെ വരുന്ന ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ ഇടുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ 2 എണ്ണത്തിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ 2 എണ്ണം ഒഴിവാക്കി. ഈ ഒരു മഞ്ഞയും ഇത് ഒഴിവാക്കി. ഇതിലെ മഞ്ഞ ബ്രൗൺ ജോയിൻ്റ് ആക്കി കൊടുക്കണം. അടുത്ത ചെയ്യുന്ന ബ്രൗൺ ആണല്ലോ, കോഫി ബ്രൗൺ അല്ല, ഒരു മറൂൺ കളർ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. അങ്ങനെ ഇവിടെ ഇവിടെ നമ്മൾ ചെയ്തെടുത്ത മാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം.
ഇവിടെ അങ്ങനെ വന്നില്ലേ, രണ്ട് ബ്രൗണ്, രണ്ട് മഞ്ഞ, അങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുക്കണം. ഇതുവരെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇതേമാതിരി ഉണ്ടാവും ചെയ്യാൻ കാണാനായിട്ട്. ഇനി അടുത്ത ഒരു റൗണ്ടും കൂടെ ചെയ്തതിന് ശേഷം അത് അവസാനിപ്പിക്കും. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു റൗണ്ടും കൂടെ ചെയ്ത് നോക്കാം. ഒരു റൗണ്ടും കൂടെ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ നോക്കാം. ഇവിടെ അതാ ഇതേമാതിരി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ട്. ഈ അടുത്ത റൗണ്ടിൽ ചെയ്യുന്നത് അടുത്ത റൗണ്ടിൽ ഇതാ ഇവിടെ നിന്നതാ ഈ മൂന്നും 6 ഉണ്ടല്ലോ ഈ ഡബിൾ ക്രോഷകൾ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് ഒഴിവാക്കണം. ഇവിടെ അകത്തുനിന്ന് ഈ ആദ്യത്തെ ഡബിൾ ക്രോഷ ഒഴിവാക്കുക, ഈ ഡബിൾ ക്രോഷ ഒഴിവാക്കുക. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക, കണ്ടോ. പിന്നെ ഇവിടെ ഉള്ള 4 ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ 3 മുകളിൽ നിന്ന് ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ 3 6 വരുന്നുണ്ടല്ലോ, 3 6 അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. 3 ചെയിനിട്ട് അവിടെ ഒരു ഡബിൾ ക്രോഷയായി. അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ വീണ്ടും ഇതിനെ വരുന്നുണ്ടല്ലോ, ഈ നടുക്കിൽ വരുന്നതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയ്തെടുക്കുക. അപ്പോൾ 2 ഇവിടെ 2 ചെയ്തെടുക്കുക. ആദ്യം 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ ഒരു മഞ്ഞ കൂടി വരുന്നുണ്ട്, ചെയിനിടുക. ഇവിടെ ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിനിട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്യുക. രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഈ 3 ഇത് വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ 2 മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ വരുന്നത്. അപ്പോൾ അത് അതേമാതിരി വന്നിവിടെ, കണ്ടോ. ഇനി അടുത്ത ചെയ്യുന്ന വിധം ഈ അറ്റത്തുള്ളത് ഒഴിവാക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഡബിൾ ക്രോഷേ, ഈ 2 ഒഴിവാക്കുക, കണ്ടോ. ഈ 2 ഒഴിവാക്കിയിട്ട് 2 ഡബിൾ ക്രോഷേ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, കണ്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഈ ചെയിൻ എടുത്തിട്ട് ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ആദ്യം ചെയ്യും. ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ഇടുക. പിന്നെ 2 ഡബിൾ ക്രോഷേ അവിടെ ചെയ്യുക. പിന്നെ ഈ 3 ഡബിൾ ക്രോഷകൾ വരുന്നത് ആദ്യത്തെ 2 മുകളിൽ നിന്ന് മാത്രം ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മഞ്ഞയാണ് അതിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ മഞ്ഞ അവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കണം.
മഞ്ഞ അവിടെ ജോയിൻ്റ് ആക്കി. പിന്നെ അതാ ഈ രണ്ടെണ്ണം ഒഴിവാക്കി, ഈ ഒരു മഞ്ഞയും ഒരു ബ്രൗണും ഒഴിവാക്കിയിട്ട് അടുത്ത രണ്ടാമത്തെ മഞ്ഞേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ അതാ ഈ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അവിടെ 2 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തിട്ട് ഒരു ചെയിനിടും. പിന്നെ 2 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യും. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കുക. ഇത് 2 ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യും. മഞ്ഞേനെ കൊണ്ട് വേണം ചെയ്യാൻ. 2 ചെയ്തു. പിന്നെ ഈ ഗ്യാപ്പ് വരുന്നുണ്ട്, ഈ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യും. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിനിട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ ഇവിടുന്ന് ഇവിടുന്നതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ മഞ്ഞേൻ്റെ വർക്ക് കഴിഞ്ഞു, അതുകൊണ്ട് ഈ ബ്രൗണ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് അപ്പോൾ ബ്രൗൺ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇതേമാതിരി 2 ഒഴിവാക്കുക. ഈ ബ്രൗണിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. കണ്ടോ? അപ്പോൾ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടോ? ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കണം. ഇതേമാതിരി തന്നെ ഇത് ഒഴിവാക്കിയിട്ട് ഒരു റൗണ്ടും കൂടെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും.